അതും നാവ് കൊണ്ട് പറയേണ്ട ക്രമത്തിൽ പറയേണ്ടുന്ന ഖൗലിയായ ഫർളാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട ഹജ്ജാജിമാരെ, നാവ് കൊണ്ട് പറയൽ നിർബന്ധമുള്ള ഒരു സംഗതിയും ഹജ്ജിലും ഇല്ല, ഉംറയിലും ഇല്ല. ഇപ്പോൾ തന്നെ ഒരു സന്തോഷം നിങ്ങൾക്ക് വന്നില്ലേ? വരുമ്പം ബേജാറുണ്ടാവും. മനാസിക്കുൽ ഹജ്ജ് നോക്കി 1-ാം തവാഫിൽ ചെല്ലേണ്ടത്, 2-ാം തവാഫിൽ ചെല്ലേണ്ടത്, 3-ാം തവാഫിൽ ചെല്ലേണ്ടത്, സഅയ് ചെയ്യുമ്പോൾ ചെല്ലേണ്ടത്, അറഫയുടെ നീളമായ പ്രാർത്ഥന, ഇതൊക്കെ നോക്കിയാൽ ഒരു പിടുത്തവും കിട്ടൂല. നിങ്ങൾക്ക് കിട്ടാൻ പറ്റും കുറച്ച് കിത്താവതി മൊയിലമാർക്ക് കിട്ടും ഒരു പിടുത്തോ. 3-4 കഷ്ണമുണ്ട്. മനാസിക്കിൽ അറഫേണ്ടത് ആർക്കേപ്പല കാണാപ്പാടാകുക. അതോടുകൂടി മറ്റൊന്ന്, ഹജ്ജ് ഉംറ എന്ന 2 ഇബാദത്തിൻ്റെ അമലുകൾ നിർവഹിക്കുമ്പോഴും നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളുടെ നാടൻ ഭാഷയിൽ നിങ്ങൾക്ക് റബ്ബിനോട് ചോദിക്കേണ്ടതെല്ലാം ചോദിക്കാം. ഒരുത്തി ബുക്കും എല്ലാം കേൾപ്പിച്ച് വലിയ ഖൗഫോടെ അല്ലാഹുമ്മ ജിഅൽ ഹജ്ജി മബ്റൂറ വസഈ മഷ്കൂറ വദംബി മഗ്ഫൂറ വഅമലൻ സാലിഹൻ മഖ്ബൂല എന്നൊക്കെ ഓടി ചെല്ലുന്നു. ഈ ചെല്ലുന്നതിൻ്റെ അർത്ഥമെന്താണെന്ന് വരെ ആ യുവതിക്കറിയില്ല കേട്ടോ. അടുത്തുള്ള മറ്റൊരു സഹോദരി, ഓളെ കയ്യിൽ മനാസിക്കില്ല, ഒന്നുമില്ല. ഓളിങ്ങനെ കയ്യും കഴിയും, പഠിച്ചവനെ എൻ്റെ ദോഷം പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഉമ്മാക്ക് പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഉപ്പാക്ക് പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ ഭർത്താവിൻ്റെ ദോഷം പൊറുക്കണേ, പഠിച്ചവനെ എൻ്റെ മക്കളുടെ ദോഷം എന്നാ ഓള്. ഇനി രണ്ടുമായിട്ട് ഒരു വ്യത്യാസമില്ല. പിന്നെ അള്ളാഹുവിൻ്റെ റസൂല് തവാഫ് ചെയ്യുമ്പോൾ ചെല്ലിയ ചില ദിക്റുകളുണ്ട്. അത് നോക്കി ചെല്ലാൻ പറ്റുന്നവർ അതൊന്ന് ചെല്ലിയാൽ റസൂലുള്ളാഹിന്റെ പരിശുദ്ധ നാവിൽ കൂടി വന്നതല്ലേ. ഒമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ഒരു ദീൻ കാര്യം റസൂലുള്ളാഹിന്റെ നാവിൽ കൂടി ഇങ്ങോട്ട് പുറത്തു വരണമെങ്കിൽ അള്ളാഹു ജിബ്രീലിന് വഹിയാകുന്ന സന്ദേശമായി അയക്കണം. എന്നിട്ട് മാത്രമേ റസൂലുള്ള പറയൂ. അങ്ങനെ വരുമ്പോൾ റസൂല് ചെല്ലിയ ദിക്കിന് പ്രത്യേക പ്രാധാന്യമുണ്ട്. അതറിയുന്നവർ അത് ചെല്ലിക്കോ, നോക്കി ചെല്ലിക്കോ, പ്രശ്നമൊന്നുമില്ല. അത് കഴിഞ്ഞാൽ മറ്റൊരുപാട് സമയങ്ങളുണ്ടാകൂലേ. നിന്റെ മാതൃഭാഷയിൽ ചോദിച്ചോ. നിസ്കാരത്തിൽ ഒരുപാട് ദുആകളുണ്ട്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അത് ദുആറെന്നോളി. അതിനർത്ഥം എന്താ? അല്ലാഹുവേ, ഞങ്ങളെ സന്മാർഗത്തിൽ തന്നെ നീക്കണേ. നീ നിഅമത്ത് ചെയ്ത അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, അവരൊക്കെ ഇവിടുന്ന് ചലിച്ച വഴിയേതാണോ, അവരൊക്കെ നീങ്ങിയ വഴിയേതാണോ, ആ വഴിയിൽ കൂടി എന്നെയും ചലിപ്പിക്കണേ റബ്ബേ. എത്ര അർത്ഥവത്താണ്! ഖുർആനുമാണ്, വളരെ അർത്ഥവത്തായതാണ്, ദുആയുമാണ്, അറബി ഭാഷയുമാണ്. അത് പറഞ്ഞോളൂ മോനെ, മോളെ. സുബഹി നമസ്കാരത്തിൻ്റെ 2ാമത്തെ റകഅത്തിൽ എല്ലാ മുസൽമാനും, എല്ലാ മുസ്ലിമത്തായ പെണ്ണും പറയുന്നു, അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വആഫിനി ഫീമൻ ആഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലീ ഫീമാ അഅ്തൈത് വഖിനി ശർറ മാ. എന്തൊരർത്ഥവത്തായ ദുആയാണ് പഠിച്ചോനെ. എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത. പഠിച്ചോനെ, ഇഞ്ഞി ഹിദായത്ത് നൽകിയ കോടിക്കണക്കായ ജനങ്ങൾ ജീവിച്ച ദുനിയാവാണ്. കുറേയൊക്കെ മരിച്ച്, കുറേ ഒപ്പിക്കുന്നുണ്ട്. ഇഞ്ഞി ഹിദായത്ത് കൊടുത്ത് അവരൊപ്പം എന്നെയും ആ ഹിദായത്തിൽ കൂടി തന്നെ ആക്കണേ അല്ലാഹ്. എന്നെ ഹിദായത്താക്കണം. എന്തൊരർത്ഥവത്താണ്! വആഫിനി ഫീമൻ ആഫൈത്. നീ ശരീരത്തിന് ആഫിയത്ത് നൽകിയ, ആരോഗ്യം നൽകിയ കോടിക്കണക്കായ ജനങ്ങൾ. പഠിച്ചനെ, അവരെ പോലെ എൻ്റെ ആരോഗ്യം ഇനി സലാമത്താക്കണേ. എന്നെ തളർവാദം പിടിച്ച് കിടത്തല്ലേ അല്ലാ. എന്നെ ക്യാൻസറിൻ്റെ അടിമയാക്കല്ലേ അല്ലാ. എൻ്റെ 2 കിഡ്നിയും നഷ്ടപ്പെട്ട് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സ്ഥിതിയിലാക്കല്ല അല്ലാ. പഠിച്ചവനെ, ഇഞ്ഞെൻ്റെ ഭയത്തിൽ ക്യാൻസറിൻ്റെ മുയ തരല്ല അല്ലാ. എൻ്റെ അന്നനാളത്തിന് ക്യാൻസർ പിടിച്ച് തൊള്ളയിൽ കൂടി ഒന്നും ഇറങ്ങാത്തൊരു സ്ഥിതി തരല്ല അല്ലാ. പഠിച്ചവനെ, എൻ്റെ ശ്വാസകോശത്തിന് ക്യാൻസർ പിടിച്ചിട്ട് മൂക്ക് കൂടി ശ്വാസം കഴിക്കാൻ പറ്റാത്തതിന് ഇവിടിങ്ങനൊരു പോയ ഈ ഒരു സ്ഥിതിയിലൊന്നും തന്നെ ആക്കറേ അല്ലാഹ്. ആഫിനി ഫീമൻ ആഫൈത്. നീ ആരോഗ്യം നൽകിയവരെ പോലെ എൻ്റെ തലക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്.
എന്തൊരർത്ഥവത്തായ സംഗതിയാണ്. എല്ലാവർക്കും അറിയുന്നത് അല്ല കുനൂത്ത്. എന്നാൽ പ്രഭാതത്തിൽ മുസ്ലിമായ ആണും പെണ്ണും വിവരമുള്ളവനുമില്ല ഏത് പടിജാഹിലാണെങ്കിലും നിസ്കരിക്കുന്ന ആണും പെണ്ണും കുനൂത്തോതുന്നു. വഖ്നീ ശർറ മാ ഖദൈത്, നിന്റെ കഥാപ്രകാരം പല ഷെറുകൾ ഇവിടെ നടക്കുന്നെന്ന് എന്നെ കാക്കണേ അല്ലാഹ്. ഈ ദുആകളൊക്കെ വളരെ അർത്ഥവത്താണ്. എനിക്കും നിങ്ങൾക്കും തവാഫ് ചെയ്യുമ്പോൾ ദുആറക്കാം, സഅയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, അറഫയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം, മിനായിൽ വെച്ചുകൊണ്ട് ദുആയിരക്കാം. ഞാൻ മലയാളത്തിൽ ദുആറും പോലെന്ത് വിചാരിക്കുമല്ല എന്നെനിക്കൊരു പ്രയാസം വേണ്ട മോളെ അറുപത്തെണ്ണ ദുആയിരുന്നോ. അത്തഹിയാത്തിനിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ നിർബന്ധമായ അത്തഹിയാത്ത് ചൊല്ലിക്കഴിഞ്ഞു, റസൂലുള്ളാഹിന്റെ മേൽ സലാത്തും ചൊല്ലിക്കഴിഞ്ഞു. അതിൻ്റെ ശേഷം അത്തഹിയാത്ത് രണ്ടൊരു ദുആ, എന്തൊരു ഫലവത്തായ ദുആയാണ്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നി. നിങ്ങൾക്കൊക്കെ അറിയുന്നതല്ലേ അത്? എന്തേ അതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, പടച്ചവനെ നീ എനിക്ക് പൊറുക്കണേ അല്ലാ. ഞാൻ മുൻപൊക്കെ ഒരുപാട് തെറ്റിയതവനാണ്. എൻ്റെ 18, 20, 25 വയസ്സ് ആ യൗവന്യമുള്ള കാലത്ത്, ആ രക്തം മുന്നോട്ടുള്ള ആ യൗവന്യ കാലത്ത് ഒരു ബ്രേക്കുമില്ലാത്ത ജീവിതമാണ് പടച്ചവനെ എൻ്റെ ജീവിതം. ഞാൻ ചെയ്യാത്തൊരു നീതികേടില്ല, ഞാൻ ചെയ്യാത്തൊരു അനീതിയില്ല, എല്ലാം എന്നിൽ വന്നു പോയിട്ടുണ്ടല്ലോ. അതാണ് നമസ്കാരത്തിൻ്റെ ദുആ. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, പടച്ചവനെ ഞാൻ മുമ്പൊക്കെ ഒരുപാട് ദോഷം ചെയ്തതാണ്, അത് എനിക്ക് പൊറുക്കണേ. വമാ അഖർതു, ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ ദോഷം പലതും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ മാസവും നോമ്പിൻ്റെ മുമ്പ് നോമ്പ് കഴിഞ്ഞാലൊക്കെ ഒരുപാട് ദോഷം നാവുകൊണ്ടും കണ്ണുകൊണ്ടും എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം അടുത്ത കാലത്തൊക്കെ അത് എനിക്ക് പൊറുക്കണേ പടച്ചവനെ. ഒമാ അസ്റർതു, ഞാൻ രഹസ്യമായ ഒരുപാട് തെറ്റിയത്. എൻ്റെ ഭാര്യ അതറിയില്ല, എൻ്റെ ഉമ്മ അറിയില്ല, എൻ്റെ നാട്ടുകാർ അറിയില്ല, എൻ്റെ ഒക്കെ ഇരുന്ന ആളും അറിയില്ല. വളരെ രഹസ്യമായ ഒരുപാട് തെറ്റിയവനാണ് ഞാൻ. ഒമാ അസ്റർതു, ഞാൻ വളരെ രഹസ്യമായ ഒരുപാട് തെറ്റിയിട്ടുണ്ട് പടച്ചോനെ, അത് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഒമാ അഅലൻതു, ഞാൻ പരസ്യമായി ചെയ്തിട്ട് പൊറുക്ക്. അവസാനം പറയുന്നു ഒമാ അൻത അഅലമു ബിഹി മിന്നി, ഞാൻ ചെയ്ത തെറ്റെന്തൊക്കെയാണെന്ന് ഈ 70-ാമത്തെ വയസ്സാകുന്നതിനിടയിൽ ഞാൻ ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലാ, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അല്ലാ. നീ അതൊക്കെ അറിയുമല്ലോ, അതൊക്കെ നീ എനിക്ക് പൊറുക്കണേ അല്ലാ. അറബിൽ ദുആയിരക്കണോ മോനെ, അറബിൽ ദുആയിരക്കണോ മോളെ, ഇതൊക്കെ ദുആയിരുന്നോളൂ. അത്തഹിയാത്തിന് ലാസ്റ്റ് അത്തഹിയാത്ത് കഴിഞ്ഞാൽ സലാം വീട്ടാൻ നോക്കുമ്പോൾ ഒരു ദുആ, എന്താണ് ആ ദുആ? اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. സഹിയായ ഹദീസിൽ വന്ന ദുആയാണ്. ആയിഷ തഅവദി മിൻ അർബഅ, ഏത് നമസ്കാരത്തിനും സലാമിൻ്റെ മുൻപ് 4 സംഗതിയെ തൊട്ട് പടച്ചവനോട് കാവലിനെ ചോദിച്ചോളണം. എന്താണ് റസൂലേ 4 സംഗതി? ഒന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബ്ർ, ഒന്നതാണ്. ഒന്ന് വമിൻ അദാബിൻ നാർ, രണ്ടാമത്തതാണ്. വമിൻ ഫിത്നത്തിൽ മഹിയാ വൽ മമാത്ത്, മൂന്നാമത്തതാണ്. വമിൻ ഫിത്നത്തിൽ മസീഹി ദജ്ജാൽ, നാലാമത്തതാണ്. ഈ 4 സംഗതിയത്തിൻ്റെ കാവലിനെ ചോദിക്കാതെ സലാം വീട്ടല്ല ആയിഷ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ നിർദ്ദേശമാണ്. അന്ന് മുതൽ ഇന്ന് മുതൽ ഖിയാമത്ത് നാൾ വരെ നമസ്കരിക്കുന്ന ആണും പെണ്ണുമൊക്കെ സലാം വീട്ടാൻ നോക്കുമ്പോൾ അസ്സലാമു അലൈക്കും ഇങ്ങനെ പറയുന്നതല്ലേ. ഇതൊക്കെ എത്രമാത്രം അർത്ഥവത്തായ ദുആ. അതൊക്കെ ദുആർന്ന പെണ്ണുങ്ങളെ, അതൊക്കെ ദുആർന്ന ആണുങ്ങളെ അറഫേന്ന് മിനേന്ന് മുസ്ദലിഫേന്ന് തവാഫ് ചെയ്യുമ്പോൾ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് പോയപ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ 1,00,000 ഹജ്ജാജിമാരും അറഫ മലയിൽ ഒരുമിച്ച് കൂടി. അല്ലാഹുവിൻ്റെ റസൂൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥന നടത്തിയ സ്ഥലം, അതിൻ്റെ പവിത്രത മാനിച്ചുകൊണ്ട് യാതൊരു മാറ്റവും വരുത്താതെ ചെറിയ കല്ലുകൊണ്ടൊരു കൺമതിൽ കെട്ടിയിട്ട് ആ സ്ഥലം നിന്നും അടയാളത്തിൽ നമുക്ക് കാണാം. എനിക്ക് കാണാം, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ നോക്കണം, കാണണം. അല്ലാഹ് എനിക്കും നിങ്ങൾക്കും അതിന് അനുഗ്രഹം നൽകട്ടെ. ആമീൻ.
ലക്ഷക്കണക്കായ സ്ത്രീകളും പുരുഷന്മാരും റസൂൽ എന്ന സ്ഥലമല്ലേ, റസൂൽ അറഫ എന്ന് പ്രസംഗിച്ച സ്ഥലമല്ലേ, വെയിലായാലും വേണ്ടിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് കയറിപ്പോകുന്ന ആ രംഗം എൻ്റെ ഖൽബ് കൊണ്ട് ഞാനിപ്പോഴും നോക്കുന്നു. സഹോദര സഹോദരി, നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത കേൾക്കണോ? അല്ലാഹുവിൻ്റെ റസൂൽ അറഫ മലയിൽ ഒരുമിച്ച് കൂടി സ്വഹാബത്തിൻ്റെ ഹദ്റത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ റസൂൽ ദുആക്ക് നേതൃത്വം കൊടുക്കുന്നു. ഇലാഹി എന്ന കിതാബിൽ ഇമാം നവവി തങ്ങൾ എഴുതുന്നു. കിതാബ് വേണമെങ്കിൽ നിങ്ങൾക്ക് വന്ന് നോക്കാം, മുസ്ലിയാക്കന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ. അല്ലാഹുവിൻ്റെ റസൂൽ അറഫ മലൻ്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ആ പ്രധാനപ്പെട്ട സ്ഥലത്ത് വെച്ചുകൊണ്ട് ദുആ ഇറക്കുന്നു. اللهم إني أعوذ بك من عذاب القبر. പടച്ചവനെ, മരിച്ചാൽ കബറിൽ കിടക്കേണ്ട ഒരു സമയം വരും. ആ കബറിലെ അദാബിനെ തൊട്ട് കാക്കുക അല്ലാ എന്ന് ലോകത്തിൻ്റെ നേതാവ്, ഏഴാകാശം ഏഴ് ഭൂമിയുടെ നേതാവ്, ജിന്നിൻ്റെ നേതാവ്, ഇൻസിൻ്റെ നേതാവ്, മലക്കിൻ്റെ നേതാവ്, അള്ള പഠിച്ച കൂട്ടത്തിൽ അത്ര സ്ഥലമുള്ളൊരു മനുഷ്യനെ അള്ള പഠിച്ചിട്ടില്ല കേട്ടോ. അങ്ങനത്തെ റഹ്മത്തുല്ലാഹി റസൂലുള്ള അറഫയിൽ വെച്ചുകൊണ്ട് ദുആറക്കുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബിൽ ഖബരി വമിൻ അദാബിൻ നാർ. ഇത് റസൂലുള്ളാഹിക്ക് അദാബുണ്ടാകുമെന്നുള്ള സംഗതി കൊണ്ടല്ലേ സഹോദരാ ഞാനും നീയും ഇത് കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമാണ്. എത്ര പ്രാവശ്യം ഹജ്ജിൽ ഒരു സദസ്സിൽ ഈ ഒരു സംഗതി ഇതായിരുന്നിരുന്നോ? ഈ ഒരു സംഗതിയെ പറ്റി ഒരു തുള്ളി കണ്ണുനീർ വന്നിരുന്നോ പ്രിയപ്പെട്ടവരെ? ഇതൊക്കെ വാസ്തവത്തിൽ ഈ ദുആക്ക് നമുക്കാണ് ആവശ്യം. അതുകൊണ്ട് ഈ ദുആ ഒക്കെ നിങ്ങൾക്ക് ദ്വാരക്കാം. അറഫയിൽ നിന്ന്, മിനയിൽ നിന്ന്, മുസ്ദലിഫയിൽ നിന്ന്, കഅബ വാപിച്ചുമ്പോഴൊക്കെ അത് ഞാൻ എന്തെന്നാ അല്ലാഹ് ചൊല്ലുക, ഞാൻ എന്തെന്നാ അല്ലാഹ് ഓതുക എന്നുള്ള വേവിലാതെ നിങ്ങൾക്ക് വേണ്ട. നിങ്ങളുടെ മാതൃഭാഷയിലും വേണമെന്ന് ചോദിക്കാം. ഇനി നിസ്കരിക്കാൻ പടച്ചോനെ പൊറുക്കണേ, അന്നേരം നിൽക്കാറും ബാത്തിലാവും. നിൽക്കൊരാൾ സലാം ചൊല്ലി നിസ്കരിക്കുമ്പോൾ ഇനി വലൈക്കും അസ്സലാം അന്നേരം നിൽക്കാറും ബാത്തിലാവും. നിക്കാരത്തിൽ അള്ളാഹിനോട് നബീനോട് അല്ലാതെ ആരോട് അഭിമുഖമായി ഒന്നും പറയാൻ പറ്റൂല. ഒരുത്തൻ തുമ്പി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് നിസ്കരിക്കുന്ന എന്നാൽ ഇർഹമുക്കെന്ന അപ്പൻ്റെ നിക്കാറും ബാത്തിലാവും. ഇർഹമുക്ക എന്ന് മനുഷ്യനോട് അഭിമുഖമായി പോയി. ഇതൊക്കെ നമസ്കാരത്തിൻ്റെ സ്പെഷ്യലിസ്റ്റ് നിയമങ്ങളാണ്. ഈ മാതിരി ഒരു സ്പെഷ്യലിസ്റ്റ് നിയമങ്ങളും